എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കി മാറ്റാം, അതിമനോഹരമാക്കി മാറ്റാനായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. 1 ആക്സെപ്റ്റൻസ്, 2 ഫോർഗീവ്നെസ്, 3 ഗ്രാറ്റിറ്റ്യൂഡ്, 4 സെൽഫ് ലവ്. അപ്പോൾ എന്താണ് ഈ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ത് കണ്ടീഷനിലാണെങ്കിലും ആയിക്കോട്ടെ, ആകെ പൊളിഞ്ഞ് പാളീസായി ആകെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഒന്നുമില്ല ലൈഫിലെന്ന് വിചാരിക്കുക, എന്നാലും സാരമില്ല, ഞാൻ ആ അവസ്ഥയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ടുള്ള എന്തൊക്കെയോ നെഗറ്റിവിറ്റി കൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ അവസ്ഥയെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്താണ് ഇവിടെ നിന്നും മാറാനായിട്ട്, ഇതിൽ നിന്നും ഉയർന്നു വരുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അതായത് ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമുക്ക് ആരോടും ഒരു കംപ്ലൈൻറ്റുമില്ല, ഒന്നിനോടും ഒരു പരാതിയുമില്ല. ഇനിയുമുണ്ട് ജീവിതം, ഇനിയും നീണ്ടു കിടക്കുകയാണ്, സമയം ഇനിയുമുണ്ട്. ആ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ്. തെറ്റുകൾ പറ്റി, ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പരിഭ്രമിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കരഞ്ഞ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി ഇതൊക്കെ വരാനുള്ള കാരണം അവരാണ്, അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഓക്കെ, എൻ്റെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഇനിയും ഉയരും. അതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അത് ആലോചിക്കുക എന്നുള്ളതാണ്. ഇനി ഫോർഗീവ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒക്കെ വൈരാഗ്യമുണ്ട്, വെറുപ്പുണ്ട്, അവർ എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, അങ്ങനെ ആവരുതെന്നാണ് അക്സെപ്റ്റൻസിൽ കൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, സ്വയത്തിനോട് തന്നെ മാപ്പ് കൊടുക്കുക. ഇങ്ങനെ വരാനുള്ള കാരണം എൻ്റെ കഴിവില്ലായ്മ മൂലമാണ്, ഞാൻ സമയത്ത് പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താതെ സ്വയത്തിന് എന്ത് ചെയ്യാം, നമ്മളുടെ സെൽഫിന് തന്നെ നമ്മൾ മാപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ളൊരു മതിപ്പ് ഇല്ലാതായി പോകും. അപ്പോൾ എന്ത് ചെയ്യുക? ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് ബ്ലോക്കായി മാറുന്നത് എന്താണ്? മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വൈരാഗ്യം, സ്വയത്തിനോടുള്ള ഒരു ഇഷ്ടക്കുറവ്, ഇതൊക്കെയാണ്. അപ്പോൾ മാപ്പ് കൊടുക്കുക. അതിനു വേണ്ടിയാണ് ഓപ്പണോ പോലെയുള്ള ഹീലിംഗ് മന്ത്രങ്ങൾ നല്ല ഫീൽ ചെയ്ത് പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഉണ്ട്, കാണാം. കണ്ട് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളത് ഫോർഗീവ്നെസ്സിന് പറ്റിയ നല്ലൊരു ടൂളാണത്. അടുത്തതായി ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നന്ദി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ നല്ല നന്ദി ഉള്ളവരാവുക. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ വരും. കംപ്ലൈൻറ്റ് പറയുന്ന സ്വഭാവത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. നമ്മൾ എന്തെടുക്കുമ്പോഴും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴും, നമ്മൾ പണം ഉപയോഗിക്കുമ്പോഴും, നല്ല ആരോഗ്യത്തോടു കൂടി നടക്കുമ്പോഴും, നല്ല ആളുകളുമായി സൗഹൃദങ്ങൾ പങ്കുവെക്കുമ്പോഴും എല്ലാം നമ്മൾ നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുക. മനസ്സിൽ നന്ദി പറയുക, ഇങ്ങനെയുള്ളൊരു ചുറ്റുപാട് എനിക്ക് ഉള്ളതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാതെ ഉള്ളതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇനി എന്താണ് വേണ്ടത് അതിലേക്കും ശ്രദ്ധ കൊടുത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അടുത്തത് വേണ്ടത് സെൽഫ് ലവ് ആണ്. സ്വയത്തെ സ്നേഹിക്കുക. നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം പൂർണ്ണമായും സ്നേഹിക്കുക. ശരീരത്തിന് വേണ്ടി നല്ല എക്സസൈസുകൾ ചെയ്തും, മനസ്സിന് വേണ്ടി പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ഉണർവ് നമ്മൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നന്ദിയുള്ളവരായി, സെൽഫ് ലവ് ഉള്ളവരായി. സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കും, മറ്റുള്ളവരെ കുറിച്ചൊന്നും കുറ്റം പറയാനൊന്നും തോന്നില്ല. അങ്ങനെ നെഗറ്റീവുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് നമ്മൾക്ക് ഒരിക്കലും തോന്നില്ല. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുക, പുറമേ ഒരു മോടി കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിനെ
എപ്പോഴും നമ്മൾ പരിശുദ്ധമായതിനെ മാത്രം സ്വീകരിക്കുന്നവരായിരിക്കും. ഒരിക്കലും വെറുപ്പിനെയോ കുറ്റപ്പെടുത്തലുകളോ നഷ്ടബോധമോ ഇതൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആയിരിക്കും, ലവ് ആയിരിക്കും. എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള ഒരു എല്ലാം ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാനുള്ള വീഡിയോകൾ ഈ ചാനലിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.